അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ താരീഖിലെ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങളാണ്. 1 മുതൽ 9 വരെയുള്ള പാഠങ്ങൾ വരുന്നത്: ഒന്നാമത്തേത് ദഅവത്തിൻ്റെ ആരംഭം, രണ്ടാമത്തേത് പരസ്യ പ്രബോധനം, മൂന്നാമത്തേത് ആദ്യ പലായനം, 4 നജാഷി രാജാവ്, 5 ഉപരോധം, 6 അരുത് അങ്ങനെ ചെയ്യരുത്, 7 ദൗത്യം പുറം നാട്ടിലേക്ക്, 8 ആകാശാരോഹണം, 9 വിശ്വാസികൾ മദീനയിലേക്ക്. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മുഴുവൻ പാഠം വിവരിക്കുകയും അതിൻ്റെ ചോദ്യോത്തരങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കീവേഡ്സും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഇപ്പോൾ 9 പാഠങ്ങളാണ് വരുന്നത്. 9 പാഠങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങൾ പൂർണ്ണമായിട്ടും വിവരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇങ്ങനെ എല്ലാ പാഠപുസ്തകത്തിൻ്റെയും മുഴുവൻ പാഠങ്ങളും ഈ ചാനലിലുണ്ട്. താരീഖിലെ ഒന്നാമത്തെ പാഠം ദഅവത്തിൻ്റെ ആരംഭമാണ്. ദഅവത്തിൻ്റെ ആരംഭം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇസ്ലാം ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്ന അല്ലെങ്കിൽ ആദ്യമായി ഇസ്ലാം വിശ്വസിച്ച 4 പേരാണ്. അത് ഒരു പുരുഷന്മാരിൽ ഒരാളും സ്ത്രീകളിൽ ഒരാളും കുട്ടികളിൽ ഒരാളും അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ഒരാളുമാണ് ഉള്ളത്. അതാണ് പ്രധാനമായിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചത്, പിന്നെ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു, അതൊക്കെയാണ് ഈ ഒരു ദഅവത്തിൻ്റെ ആരംഭം എന്നതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠം 1 ദഅവത്തിൻ്റെ ആരംഭം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 1 ദഅവത്തിൻ്റെ ആരംഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, നബിയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. നുബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. നുബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. എങ്ങനെയായിരുന്നു? രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. 3 വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. 3 വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പലരും ഇസ്ലാമിലേക്ക് വന്നു. നുബുവത്ത് കിട്ടിയതിനെ തുടർന്നിട്ടാണ് ക്ഷണിക്കാൻ തുടങ്ങിയത്. രഹസ്യമായിട്ടായിരുന്നു 3 വർഷം ക്ഷണിച്ചത്. അപ്പോൾ അതിനെ തുടർന്നിട്ട് പലരും ഇസ്ലാമിലേക്ക് വന്നു. അതിൽ ആദ്യമായിട്ട് വിശ്വസിച്ചവരുണ്ടല്ലോ, അത് പുരുഷന്മാരിൽ ആരാണ്, സ്ത്രീകളിൽ ആരാണ്, കുട്ടികളിൽ ആരാണ്, അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ആരാണ്? പുരുഷന്മാരിൽ അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹയും സ്ത്രീകളിൽ ഖദീജ ബിൻത് ഖുവൈലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ. കുട്ടികളിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹ. അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ബിൻ ഹാരിസയുമാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നതും വിശ്വസിച്ചതും. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു. ദാറുൽ അർക്കമിലായിരുന്നു രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത്. ഈ 4 നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. അങ്ങനെ അതിൽ വിശ്വസിച്ചത്, പുരുഷന്മാരിൽ ആദ്യം വിശ്വസിച്ച അബൂബക്കർ ബിൻ അബി ഖുഹാഫ, ഖദീജ ബിൻത് ഖുവൈലിദ് സ്ത്രീകളിൽ, അലി ബിൻ അബി ത്വാലിബ് കുട്ടികളിൽ, സെയ്ദ് ബിൻ ഹാരിസ അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ഉള്ള ആളും വിശ്വസിച്ചത് ഇവരായിരുന്നു. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചവർ ആരായിരുന്നു എന്ന ചോദ്യം ഉണ്ടാവും. പിന്നെ രഹസ്യ പ്രബോധനവും ആരാധനയും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു എന്നുണ്ടാവും, ദാറുൽ അർക്കമിൽ വെച്ചിട്ട്. പിന്നെ എന്താ ചോദ്യം, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അല്ലെങ്കിൽ ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിൽ ഇവരുടെ പിതാക്കന്മാരുടെ പേര് എഴുതാനായിട്ട് ഇവിടെ ചോദ്യോത്തരം നമുക്ക് നോക്കാം. അപ്പോൾ ഉത്തരം പറയാം. ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? രഹസ്യമായിട്ട്. രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? രഹസ്യക്ഷണം കാരണമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആരെല്ലാം? അബൂബക്കർ ബിൻ അബി ഖുഹാഫ, ഖദീജ ബിൻത് ഖുവൈലിദ്, അലി ബിൻ അബി ത്വാലിബ്, സെയ്ദ് ബിൻ ഹാരിസ. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർക്കമിൽ. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? അലി ബിൻ അബി ത്വാലിബാണ്. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ ബിൻ അബി ഖുഹാഫ. അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ. സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഖദീജ ബിൻത് ഖുവൈലിദ്. ഇനി പിതാക്കളുടെ പേരുകൾ വ്യക്തമാക്കാം എന്ന് പറയുന്നുണ്ട്. ഖദീജ ബിവിയുടേത് ഹുവൈലിദ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അബി ഖുഹാഫ, സെയ്ദ് ഹാരിസ, അലിയു അബി ത്വാലിബ്. അത് നിങ്ങൾ ആ പേരുകൾ
മുഴുവൻ പേരും പഠിച്ചാൽ അതിൽ നിന്ന് ഉപ്പയുടെ പേര് വേർതിരിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത്തെ പാഠം നമുക്ക് നോക്കാം. രണ്ടാമത്തെ പാഠം പരസ്യ പ്രബോധനമാണ്. 3 വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം നബി തങ്ങൾക്ക് ഒരു ആയത്ത് അവതരിക്കപ്പെട്ടു. 3 വർഷം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. രഹസ്യ പ്രബോധനം 3 വർഷം രഹസ്യ പ്രബോധനമായിരുന്നു. അതിനുശേഷം ഒരു ആയത്ത് നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടു. അതാണ് വ അൻസിർ അഷീറത്തക്കൽ അക്രബീൻ എന്ന ആയത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടത്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ ഖുറൈശി ഗോത്രക്കാരെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ് ഖുറൈശി ഗോത്രക്കാർ. അവരെല്ലാവരും വിളികേട്ട് വരികയും ചെയ്തു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിക്കുകയാണ്. താഴ്വരയിലൂടെ കുതിരപ്പടയാളി വരുന്നൊന്നുമില്ല, പക്ഷേങ്കിൽ അങ്ങനെ ഒരു കുതിരപ്പടയാളി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുമോ എന്നാണ് നബി ചോദിച്ചത്. ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു. അവർന്ന് ഉള്ളത് നബി വിളിച്ച ഖുറൈശി ഗോത്ര കുടുംബങ്ങൾ. ഞങ്ങൾ അത് വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ അവരോട് ഒരു കളവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഫാ പർവ്വതത്തിൽ കയറിയ അല്ലെങ്കിൽ വന്ന കുടുംബത്തോട് പറഞ്ഞത്. ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂലഹബ് പറഞ്ഞു. നബിയുടെ പിതൃവ്യനാണ് അബൂലഹബ്. തബ്ബാലക അലിഹാസ ജമാഅത്തിന, തബ്ബാലക അലിഹാസ ജമാഅത്തിന, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ആര് ചോദിക്കുകയാണ്? അബൂലഹബ് ചോദിക്കുകയാണ്. അപ്പോൾ തബ്ബത് യദാ അബീ ലഹബിൻ എന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. സൂറത്തുൽ മസദ് അപ്പോഴാണ് അവതരിക്കയുണ്ടായത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോദ്യോത്തരം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദ്യം എന്താ വരിക? പറഞ്ഞത് രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിക്കാരോട് പറഞ്ഞതും അവരുടെ മറുപടിയും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിനോട് പറഞ്ഞതും അവരുടെ മറുപടിയും, പിന്നെ ആയത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരിക. ഉത്തരം പറയാം. ഖുറൈശി ഗോത്രക്കാർ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആര്? ഖുറൈശി ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവരോട് നബി ചോദിച്ചത് എന്ത്? ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ മറുപടി പറഞ്ഞത് എന്ത്? ഞങ്ങളത് വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്നൊരു കളവും അനുഭവിച്ചിട്ടില്ല. നബി തങ്ങൾ ഖുറൈശി ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? നബി തങ്ങളുടെ കുടുംബമായ ഖുറൈശി ഗോത്രക്കാർ എല്ലാവരും വന്നു. ആരാണ് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ആരാണ് പറഞ്ഞത്? അബൂലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ് പറഞ്ഞത്. ഇനി യോജിച്ചവ ചേർക്കാം. രഹസ്യ പ്രബോധനം 3 വർഷം, വൻസിർ അഷീറത്തക അൽ അക്രബീൻ, പിതൃവ്യൻ അബൂലഹബ്, തബ്ബത്ത് സൂറത്തുൽ മസദ് ഖുറൈശി ഗോത്രം. പിന്നെ ഓർമ്മ പരിശോധിക്കാം. ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബിയുടെ പ്രായം 40 വയസ്സ്. ആദ്യത്തെ വഹി ലഭിച്ച സ്ഥലം ജബലന്നൂരിലെ ഹിറാ ഗുഹ. ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബി തങ്ങൾക്ക് ഖദീജ കൊണ്ടുപോയ വ്യക്തി ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം നോക്കാം. മൂന്നാമത്തെ പാഠം ആദ്യത്തെ പലായനം. പലായനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് പലായനം. അങ്ങനെ മക്കയിൽ ആണ് ഇപ്പോൾ ആരുള്ളത്? പിന്നെ നമ്മുടെ നബിയും അനുയായികളും ഉള്ളത്, മക്കക്കാർ. അപ്പം മക്കക്കാർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവർ ഭയങ്കരമായിട്ട് എന്താക്കുന്നു? അന്യായമായിട്ട് ആക്രമിക്കുകയാണ്.
അവിടെയുള്ള ശത്രുക്കൾ. അപ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. ആവശ്യത്തിന് വെള്ളമില്ല, വേണ്ടത്ര ശക്തിയില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാത്ത കാരണം കൊണ്ട് അവരവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ എന്തായിരിക്കും, നിങ്ങളെ അവരെ സഹായിച്ചോളും, നിങ്ങൾ തൽക്കാലം നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കില്ല, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മക്കയിലുള്ളവരോട് മാറി നിൽക്കാൻ വേണ്ടി പറയുകയാണ് ഈ ഒരു ആദ്യത്തെ പലായനം എന്നുള്ള പാഠത്തിൽ. അപ്പോൾ എന്നിട്ട് അങ്ങനെ കുറച്ച് പുരുഷന്മാരും സ്ത്രീകളും ആദ്യം പോകുന്നു. പിന്നീട് അവർ ഇതൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന വ്യാജ വാർത്ത അറിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ, അത് കള്ളമാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് ഈ ഒരു പാഠത്തിലുള്ളത്. നമുക്ക് പാഠം വായിച്ചു നോക്കാം. നമ്മെ ആരെങ്കിലും അന്യായമായി ആക്രമിക്കുവാൻ വന്നാൽ നാം എന്തു ചെയ്യും? പുസ്തകം തുറന്നു വെക്കണം, എന്നിട്ട് വായിക്കുന്നതിൻ്റെ കൂടെ കൈവെക്കുക കേട്ടോ. എന്ത് ചെയ്യും? നാം പ്രതികരിക്കും അല്ലേ? എന്നാൽ അതിന് മാത്രം നമുക്ക് ശക്തിയില്ലെങ്കിലോ? അപ്പോൾ നാം അവിടെ നിന്ന് മാറി നിൽക്കും. അതല്ലേ ബുദ്ധി? ഈ ഒരു അവസ്ഥയായിരുന്നു മക്കയിൽ അക്കാലത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് എന്താണ്? പ്രതികരിക്കാനുള്ള ശക്തിയില്ല. പ്രതികരിക്കാൻ ശക്തിയില്ല എന്ന് പറയുന്നത് കാരണം എന്തൊക്കെയാണ്? അവർക്ക് ആവശ്യത്തിന് വെള്ളമില്ല, ആൾബലമില്ല, പിന്നെ വേണ്ടത്ര ശക്തിയില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല. അള്ളാഹു അവർക്ക് അവരോട് പറഞ്ഞിരിക്കുക എന്ത് അക്രമം പാടില്ല, അങ്ങനെ അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാത്തത് കൊണ്ടും അവരെന്ത് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് മക്കത്ത് നിന്ന്. അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു. മാറി നിൽക്കാൻ വേണ്ടി പറയുന്നത് എങ്ങോട്ടാണ്? ആഫ്രിക്കൻ വൻകരയിലെ ഒരു ആഫ്രിക്കൻ വൻകരയിലാണ് എത്യോപ്യ. ആ എത്യോപ്യയിലേക്ക് പോകാനാണ് പറയുന്നത്. ആ എത്യോപ്യയിൽ ഒരു രാജാവുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ. നല്ലൊരു രാജാവ് അവിടെ ഉണ്ട്. എന്താണ്? അഭയാർത്ഥികളായി എത്തുന്നവർക്ക് സഹായം തരുന്ന ഒരു നല്ലൊരു രാജാവ് അവിടെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായിരിക്കും? അത് വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യും, അത് സത്യവും ആയിരിക്കും. അന്ന് എത്യോപ്യ ഭരിച്ചിരുന്നത് ഒരു നജാഷി രാജാവായിരുന്നു അന്ന് എത്യോപ്യ ഭരിച്ചിരുന്നത്. ആ നജാഷി രാജാവിനെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ അവർ മക്കയിൽ നിന്ന് നജാഷി രാജാവിൻ്റെ അടുത്തേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയത്. ഇതാണ് ആദ്യത്തെ പലായനം. ഇതിൽ 2 പലായനങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ യാത്രയിൽ 14 ആൾക്കാരാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ഈ സംഭവം നടക്കുന്നത് നുബൂവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു ആദ്യത്തെ പലായനം. 3 മാസക്കാലം അവർ അവിടെ സുരക്ഷിതരായിട്ട് കഴിഞ്ഞു. നജാഷി രാജാവിൻ്റെ അടുക്കൽ എത്യോപ്യയിൽ അവർ 3 മാസക്കാലം കഴിഞ്ഞു. മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു. അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി. മക്കയിൽ ഉള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു, ഇനി നമുക്ക് ഉപദ്രവവും ഒന്നും ഉണ്ടാവില്ല, സമാധാനമാണ് ഉണ്ടാവുക എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് അവർ അവരുടെ മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല. അതാരോ കള്ളം പ്രചരിപ്പിച്ചതായിരുന്നു. തുടർന്ന് വീണ്ടും അവരോട് അങ്ങോട്ടേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അവിടെ നിന്നാൽ എന്തായിരിക്കും? പിന്നെയും ശത്രുക്കൾ ആക്രമിക്കും എന്ന ഇതുള്ളത് കൊണ്ട് അവർ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. ആദ്യം 14 ആൾക്കാരാണ് പോയതെങ്കിൽ പിന്നീട് പോകുമ്പോൾ 83 പുരുഷന്മാരും 18 സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇതിൽ എന്താണ് വരിക? ആദ്യത്തെ പലായനം, രണ്ടാമത്തെ പലായനം വരും. പിന്നെ എന്തുകൊണ്ടാണ് അവർ പോയത് എന്നുള്ളത് ചോദ്യം വരും. ആദ്യത്തെ പലായനത്തിൽ എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ, രണ്ടാമത്തെ പലായനത്തിൽ എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ എന്നുള്ള ചോദ്യം ഉണ്ടാവും. നമുക്ക് ചോദ്യോത്തരം ഒന്ന് നോക്കാം. ഉത്തരം പറയാം. ഒന്നാമത്തേത്, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന രാജാവിൻ്റെ പേരെന്ത്? നജാഷി രാജാവ്. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേര്? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. എത്യോപ്യയിലേക്ക് 2ാം യാത്രയിൽ പോയത് എത്ര പേര്? 83 പുരുഷന്മാരും 18 സ്ത്രീകളും.
കാരണം കണ്ടെത്താം. വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തതിൻ്റെ കാരണം: മക്കക്കാർ മുസ്ലിങ്ങൾ അന്യായമായി ആക്രമിക്കുവാൻ വരികയും അതിനെതിരെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദമോ ആവശ്യത്തിന് ആൾബലമോ വേണ്ടത്ര ശക്തിയും ഇല്ലായിരുന്നു. അതിനാൽ തൻ്റെ അനുയായികളോട് നബി തങ്ങൾ തൽക്കാലം എത്യോപ്യയിലേക്ക് പോകാൻ പറഞ്ഞു. ആദ്യം പോയവരെല്ലാവരും 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങിയതിനുള്ള കാരണം മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന വ്യാജ വാർത്ത അറിഞ്ഞു. 4-ാമത്തെ പാഠം നജാഷി രാജാവ്. നജാഷി രാജാവിൻ്റെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. നജാഷി രാജാവിൻ്റെ അടുക്കലേക്ക് ഇപ്പോൾ ആരുണ്ട്? ആ അടുക്കലേക്കാണ് ലാസ്റ്റ് 83 പുരുഷന്മാരും 18 സ്ത്രീകളും അടങ്ങുന്ന സംഘം പോയത്. നജാഷി രാജാവിനെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞയച്ചത് അല്ലേ. അപ്പോൾ ഈ നജാഷി രാജാവിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണ്ടേ കൂടുതൽ കാര്യങ്ങൾ? അതാണ് ഈ പാഠത്തിൽ ഉള്ളത്. ഇന്ന് ഒരു രാജാവിൻ്റെ കഥ കേട്ടാലോ? കിഴക്കൻ ആഫ്രിക്കയിൽ എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹിമത്ത് എന്ന ഒരു രാജാവായിരുന്നു. അസ്ഹിമത്ത്, ഇപ്പോൾ ഒരു പുതിയ പേര് വന്നില്ലേ, അസ്ഹിമത്ത്. ഈ നജാഷി രാജാവിൻ്റെ പേരാണ് അസ്ഹിമത്ത്. കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ച നജാഷി രാജാവാണ് അസ്ഹിമത്ത്. ആ പേര് ഓർത്ത് വെക്കണം. എത്യോപ്യയിൽ രാജാക്കന്മാർ നജാഷി എന്നാണ് അറിയപ്പെടുന്നത്. എത്യോപ്യയിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് നജാഷി അല്ലെങ്കിൽ നേഗസ് എന്നാണ്. ഈ നജാഷി രാജാവ്, നജാഷി എന്നുള്ളത് രാജാവിൻ്റെ പേരല്ല, അത് അറിയപ്പെടുന്ന സ്ഥാനത്തിൻ്റെ പേരാണ്. അപ്പോൾ നജാഷി രാജാവിൻ്റെ പേര് അസ്ഹിമത്ത് എന്നാണ്. നജാഷി രാജാവ് അനറബി രാജാവായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. നജാഷി രാജാവ് ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഒരു അനറബി രാജാവും കൂടിയായിരുന്നു. എത്യോപ്യയിലുള്ള എത്തിയ മുസ്ലിങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർ ഇങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന ഒരു രാജാവാണ് നജാഷി രാജാവ് എന്നുള്ളത്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി രാജാവിൻ്റെ അടുത്തേക്ക് മക്കക്കാരെ പറഞ്ഞയച്ചതും. അതുപോലെ തന്നെ നജാഷി രാജാവ് അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിവാഹം കഴിച്ചു. ആരെയാണ്? ഉമ്മു ഹബീബ എന്ന റംലയാണ് വിവാഹം ചെയ്തത്. ആ വിവാഹം ചെയ്യുമ്പോൾ മഹർ കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആ മഹർ നൽകിയത് ആരാണ്? അതായത് ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ കൊടുക്കും. ആ മഹർ നൽകിയത് നജാഷി രാജാവായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നജാഷി രാജാവ് നേരിൽ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടവരെ സഹാബികളിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നജാഷി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തത് കൊണ്ട് സഹാബിമാരിൽ പെടുന്നില്ല. ഹിജ്റ 9-ാം വർഷം നജാഷി രാജാവ് വഫാത്താവുകയും ചെയ്തു. വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് വരിക നജാഷി രാജാവിൻ്റെ പേരെന്താണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് വിവാഹം ചെയ്തത്, പിന്നെ അവർക്ക് വേണ്ടി മഹർ നൽകിയത് ആരാണ്, എത്രാം വർഷമാണ് നമ്മുടെ നജാഷി രാജാവ് വഫാത്തായത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു 4-ാം പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക. നമുക്ക് ചോദ്യോത്തരം നോക്കാം. ഈ ഒരു പാഠത്തിലെ ചോദ്യോത്തരം നോക്കാം. ചേരുംപടി ചേർക്കാം. രാജാവ് നജാഷി, എത്യോപ്യ ആഫ്രിക്ക, ഉമ്മു ഹബീബ റംല, വഫാത്ത് ഹിജ്റ 9, മഹർ വിവാഹം. ഉത്തരം പറയാം. നജാഷി രാജാവിൻ്റെ പേരെന്ത്? അസ്ഹിമ. എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത്? നജാഷി അല്ലെങ്കിൽ നേഗസ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? നജാഷി രാജാവ്. നജാഷിയുടെ മരണവാർത്ത അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു. ഇനി നമ്മുടെ 4-ാമത്തെ പാഠാണ് ഉപരോധം. ഉപരോധം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് പാഠം നോക്കാം. പാഠം വായിച്ചു നോക്കാം. 5-ാമത്തെ പാഠമാണ് ഉപരോധം. പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ മക്കയിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പല വിധത്തിലും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഉപദ്രവം കുറേ നമ്മൾ പാഠം 1 മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അന്ന് മുതൽ ഉപദ്രവം നബിയുടെ മേൽ ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാം പ്രബോധനം അവരെന്ത് ചെയ്തില്ല? ഈ ശത്രുക്കളെ പേടിച്ചിട്ട് നിർത്തിവെച്ചില്ല. അവർ തുടർന്നു കൊണ്ടേയിരുന്നു. ഖുറൈശികൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവായ അബൂ ത്വാലിബിനെ ചെന്ന് കണ്ടു. ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എന്തെങ്കിലും
എന്താ പറയുക, കുസൃതി കാണിച്ചാൽ രക്ഷിതാക്കളെ പോയിട്ട് കണ്ടിട്ട് പറയുമല്ലോ. അതുപോലെ കുറേശികളെ വന്നത് ആരുടെ അടുത്തേക്കാണ്? അബൂ താലിബിൻ്റെ അടുത്തേക്കാണ് വന്നത്. അബൂ താലിബിനോട് കുറേശികൾ പറഞ്ഞു, ഞങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണം, മുഹമ്മദ് നബിയെ വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അബൂ താലിബ് പറഞ്ഞു പറ്റില്ല, അത് നിരാകരിച്ചു. അതോടെ കുറേശികൾ യോഗം ചേർന്ന് നബിക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അവർ എഴുതി കഅബയിൽ തൂക്കുകയും ചെയ്തു. ഉപരോധം പ്രഖ്യാപിച്ചിട്ട് നിസ്സഹകരണം, നബിയുടെ കുടുംബത്തിൻ്റെയും കൂടെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് സഹായമോ ഒന്നും നൽകാൻ പാടില്ല എന്ന രീതിയിൽ നബിക്കും കുടുംബത്തിനുമെതിരെ എന്ത് ചെയ്തു, ഉപരോധം പ്രഖ്യാപിച്ചിട്ട് അത് കഅബയിൽ എഴുതി തൂക്കുകയും ചെയ്തു. അപ്പോൾ ഉപരോധം വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും വീട് വിട്ട് ഒരു മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു. ആ മലഞ്ചെരുവിലേക്ക് ആര് പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും. അവിടെ ഉപരോധ കാലത്ത് താമസിച്ച സ്ഥലമാണ് ഷീബു അബി ത്വാലിബ്. ഇത് ചോദ്യം വരും കേട്ടോ. മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു. അവിടെ പക്ഷേങ്കിൽ അവർക്ക് എന്തില്ല, മതിയായ വെള്ളമോ ഭക്ഷണമോ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ അവരവിടെ എത്ര വർഷക്കാലം കഴിഞ്ഞു? 3 വർഷക്കാലം അവർ അവിടെ കഴിച്ച് കൂട്ടി. മതിയായ ഭക്ഷണമോ മതിയായ വെള്ളമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കവിടെ ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാൽ അവസാനം കുറേശികൾ തന്നെ മനം നൊന്നിട്ട് ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് അവർക്ക് തന്നെ വിഷമമായിട്ട് അവർ ഉപരോധം പിൻവലിച്ചു. അതിനാൽ നബി കുടുംബം നിസ്സഹകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ തിരിച്ച് മക്കയിലേക്ക് തന്നെ, അവരുടെ സ്വദേശത്തേക്ക് തന്നെ വന്നു. താമസിയാതെ ഇനി ഒരു 2 വഫാത്ത് നടക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് 3 വർഷമൊക്കെ അവരവിടെ മലഞ്ചെരുവിലൊക്കെ താമസിച്ച് അത്രയും പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചിട്ടുണ്ട് ഇസ്ലാം പ്രബോധനത്തിൻ്റെ സമയത്ത്. അപ്പോൾ താമസിയാതെ അബൂ താലിബ് രോഗം ബാധിച്ച് മരണപ്പെട്ടു. പിതൃവ്യൻ അബൂ താലിബ് മരണപ്പെട്ടതിൻ്റെ 3-ാം നാൾ തന്നെ ഖദീജ പ്രിയ പത്നിയും മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ അതിനാൽ ഈ ഒരു വർഷത്തെ ഹാമുൽ ഹുസ്ൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ചോദ്യോത്തരം നോക്കാം. കാരണം വിവരിക്കാം. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തിനും ഏർപ്പെടുത്തിയ ഉപരോധം ഏർപ്പെടുത്തിയത് എന്തിന്? നബിക്കും സഹാബത്തിനും പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയ മുഹമ്മദിനെ വിട്ടുതരണമെന്നും ഖുറൈശികൾ രക്ഷകർത്താവായ അബൂ താലിബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അബൂ താലിബ് അത് നിരാകരിക്കുകയും ചെയ്തു. ഇതോടെ ഖുറൈശികൾ യോഗം ചേർന്ന് നബിക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. കാരണം കണ്ടെത്താം. നുബുവത്തിൻ്റെ 10-ാം വർഷത്തിന് ഹാമുൽ ഹുസ്ൻ എന്ന് പറയുന്നത് പിതൃവ്യൻ അബൂ താലിബിൻ്റെയും പത്നി ഖദീജയുടെയും ദേഹവിയോഗം നബിയെ ഏറെ വേദനിപ്പിച്ചു. ഇത് നുബുവത്തിൻ്റെ 10-ാം വർഷമായിരുന്നു. അതിനാൽ ഈ ഒരു വർഷത്തെ ഹാമുൽ ഹുസ്ൻ എന്ന് ദുഃഖവർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഉത്തരം പറയാം. എത്ര വർഷമാണ് നബിക്കും കുടുംബത്തിനും മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത്? 3 വർഷത്തോളം. ആരാണ് നബിക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? ഖുറൈശികൾ. ഉത്തരം പറയാം. അബൂ താലിബ്, ഖദീജ റളിയല്ലാഹു അൻഹ അവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത്? അബൂ താലിബ്. ഉസ്താദിനോട് ചോദിക്കാം. നബിയും കുടുംബവും ഉപരോധ കാലത്ത് താമസിച്ച സ്ഥലം ഷീബു അബി താലിബാണ്. പിന്നെ ഓർമ്മിച്ചെടുക്കാനുള്ളതാണ്. അബൂ താലിബ് സംരക്ഷണം തുടങ്ങുമ്പോൾ നബിയുടെ പ്രായം 8 വയസ്സായിരുന്നു. അബൂ താലിബിനോട് നബി ചെയ്ത യാത്ര ഷാം യാത്രയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുമായി നബി തങ്ങളുടെ വിവാഹം ഒക്കെയാണ് ഇനി അടുത്തതായിട്ടുള്ളത്. ഇനി നമുക്ക് 6ാമത്തെ പാഠം എന്താണെന്ന് നോക്കാം. അരുത്, അങ്ങനെ ചെയ്യരുത്. 6ാമത്തെ പാഠാണ്. പ്രവാചകം ലഭിച്ചിട്ട് 10 വർഷം പിന്നിട്ടു. ഓക്കെ, മക്കയിൽ ഇസ്ലാം വളരുകയാണ്. പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷമായി മക്കയിൽ ഇസ്ലാം വളരുകയാണ്. ശത്രുക്കളുടെ ഉപരോധവും ഉപദ്രവവും കൂടിക്കൂടി വരികയും ചെയ്യുകയാണ്. അബൂ താലിബിൻ്റെയും ഖദീജ ബീവിയുടെയും മരണത്തിന് ശേഷം അത് ഒന്നുകൂടി വർദ്ധിച്ചു. ആ ഒരു മരണത്തിൻ്റെ ഇതിലാണ് ഹാമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഘട്ടത്തിൽ ബനു തഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പുറപ്പെട്ടു. അമ്മാവന്മാർ എവിടെയാണുള്ളത്? ത്വായിഫിൽ ഉണ്ട്. അവർ ബനു തഖീഫ് ഗോത്രക്കാരായിരുന്നു. അവരുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. മക്കയിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമായിരുന്നു ത്വായിഫ്. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സെയ്ദ് ബിനു ഹാരിസയും ഉണ്ടായിരുന്നു. സെയ്ദ് ബിനു ഹാരിസ നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിലുള്ള ഒരാളാണ്, ഇസ്ലാം സ്വീകരിച്ച. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു തഖീഫ് ഗോത്രക്കാരുടെ അടുത്തേക്ക് പോയത് എന്തിനാണ്? അവരുടെ സഹായവും പിന്നെ
പ്രതീക്ഷിച്ചും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും സഹായം ആഗ്രഹിച്ചും പോയതാണെങ്കിലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്നത് ഉപദ്രവമായിരുന്നു. അവർ നബിയെ അനുകൂലമായിട്ട് പ്രതികരിച്ചില്ല എന്നുള്ള മാത്രമല്ല, അവർ കുട്ടികളെയും വിഡ്ഢികളെയൊക്കെ വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ഉപദ്രവം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് പരിക്കേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് പരിക്കേറ്റിട്ട് അതിൽ നിന്ന് രക്തം ഒഴുകുകയും ചെയ്തു. ആ ഒരു ഇത് കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണിതനായിട്ട് ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ഒരു സന്ദർഭം, കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നത് കണ്ടിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നു, അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നബിയോട് പറയാണ് ജിബ്രീൽ, അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ 2 മലകളാൽ അവരെ മുഴുവൻ ഞാൻ നശിപ്പിക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞത്. ഇതിനിടയിൽ ഒരു ഹദ്ദാസ് എന്നുള്ള ഒരു ക്രിസ്ത്യൻ അടിമ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഹദ്ദാസ് മാത്രമാണ് ഈ ഒരു ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ തടഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു, അരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. അവരിൽ നിന്ന് എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം അല്ലെങ്കിലും ഇനി വരുന്ന കാലങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായാൽ എനിക്കത്രയും മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അങ്ങനെ പിൽക്കാലത്ത് ത്വായിഫുകാർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭാഷണമൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് ചോദിക്കും. ചോദ്യോത്തരം നോക്കാം. പരീക്ഷണത്തിനായി നബി മരച്ചുവട്ടിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞത് എന്ത്? അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു, അങ്ങ് അനുവാദം നൽകിയാൽ അവിടെ മലകളാൽ അവിടെ മുഴുവൻ ഞാൻ നശിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. പൂർത്തിയാക്കാം. പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്ററാണ് തായിഫിലേക്കുള്ള ദൂരം. തായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഉത്തരം പറയാം. തായിഫിൽ യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ. തായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബിയുടെ ആഗ്രഹം? തായിഫിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം. ത്വായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ച ആരായിരുന്നു? ഹദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമയായിരുന്നു. ചേരുമ്പടി ചേർക്കാം. ഹദ്ദാസ് ക്രിസ്ത്യൻ, സെയ്ദ് ബിൻ ഹാരിസ സഹചാരി, ബനു തഖീഫ് തായിഫ്. തായിഫ് യാത്ര 10ാം വർഷം, നുബുവത്തിൻ്റെ 10ാം വർഷം. ഇനി നമ്മുടെ ഏഴാമത്തെ പാഠം ദൗത്യം പുറം നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കയിൽ നിന്ന് വേറൊരു നാടിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. അതാ അവിടെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു. തീർത്ഥാടനത്തിന് വന്നവരാരോ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു. രാത്രിയിലാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവരെ കണ്ടു. ആരോ മക്കയിലേക്ക് വന്നതാണ്. ഏതോ ഒരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ മിനയിൽ നിന്ന് ഒരു സംസാരം കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കുകയാണ്. മദീനയിൽ നിന്ന് വന്നവരാണ് അവർ. അപ്പോൾ ആരാണ് അവർ? മദീനയിൽ നിന്ന് വന്നവരായിരുന്നു അവർ. അവരെത്ര പേരുണ്ട്? 6 പേരുണ്ടായിരുന്നു അവർ. അങ്ങനെ തായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നബി തങ്ങളുടെ പതിവായിരുന്നു. തായിഫിൽ നിന്ന് മടങ്ങി വന്ന ആ ഒരു സമയത്താണ് തായിഫിലേക്ക് പോയതിനായിരുന്നു അമ്മാവന്മാരെ കാണാനും അവരുടെ സഹായം പ്രതീക്ഷിച്ചിട്ടുമാണ് അപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ 6 പേരുണ്ടായിരുന്നു. ആ 6 പേരോടും തന്നെക്കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ഇസ്ലാമിനെ കുറിച്ചായിരിക്കും സംസാരിച്ചത്. അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. നുബുവത്തിൻ്റെ 11ാം വർഷമായിരുന്നു ഇത്. 6 പേര് മിനയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. നുബുവത്തിൻ്റെ 11ാം വർഷം സംഭവിച്ച കാര്യമാണിത്. അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു. അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ താല്പര്യവും ഉണ്ടായി. അവർക്ക് ആദ്യമേ അറിയായിരുന്നു ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേട്ടറിവുണ്ടായിരുന്നു. ഇത് ആ പ്രവാചകൻ, അതായത് മുഹമ്മദ് നബി ആയിരിക്കാം എന്ന് അവരുടെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഈ ഒരു നുബുവത്തിൻ്റെ എത്രാമത്തെ വർഷമാണ് അവർ സ്വീകരിച്ചത്? 11ാം വർഷമല്ലേ? അടുത്ത വർഷം 12ാം വർഷം അവർ വീണ്ടും തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി. തീർത്ഥാടന കാലത്ത് നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്നില്ലേ,
അതുപോലെ അവരുമായി മിനയിൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. മിനയിൽ വെച്ച് ആദ്യം 6 പേരടങ്ങുന്ന സംഘം വന്നപ്പോൾ സംസാരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ 12 പേരുണ്ട്, അവരോട് സംസാരിച്ചു. അവർ നബിയുമായി ഒരു ഉടമ്പടിയും ചെയ്തു. ഇതിന് ഒന്നാം ഹഖബ ഉടമ്പടി എന്ന് പറയുന്നു. അപ്പോൾ 12 പേരടങ്ങുന്ന അവരും എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു, അവരുമായി സംസാരിച്ചു. അവർ 12 പേരുണ്ടായിരുന്നു, ഉടമ്പടി ചെയ്തു. അതിനെയാണ് ഒന്നാം ഹഖബ എന്ന് പറയുന്നത്. ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചു. ആരോടൊപ്പം? ആ 12 ആളുകളോടൊപ്പം നബി മിസ്അബ് ഇബ്നു ഉമൈറിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിൽ ഇസ്ലാം അതിവേഗം വളരുകയും ചെയ്തു. പിന്നീട് ഇപ്പം നമുക്കിതിൻ്റെ ചോദ്യോത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം പറയാം. അവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർ എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ കണ്ടുമുട്ടിയത്? മിനയിൽ വെച്ച്. അവർ എത്ര പേരുണ്ടായിരുന്നു? 6 പേര്. ആദ്യം കാണുമ്പോൾ മദീനക്കാർ നബിയോട് പ്രതികരിച്ചത് എങ്ങനെ? മദീനയിൽ നിന്ന് വന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും ഇഷ്ടവും ബോധ്യമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. 2ാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. 2ാം പ്രാവശ്യം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് എവിടെ വെച്ചായിരുന്നു? മിനയിൽ അതേ സ്ഥലത്ത് വെച്ച്. പിന്നെ പൂർത്തിയാക്കാനാണ് ഒന്നാം ഹഖബ നടന്നത്. നുബുവത്തിൻ്റെ 12ാം വർഷമാണ്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഇതാണ് ഇതിൻ്റെ ചോദ്യോത്തരം. ഇനി നമ്മുടെ 8ാമത്തെ പാഠമാണ് ആകാശാരോഹണം. നബിയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. രാത്രിയിൽ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയ രാത്രി നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് എല്ലാം അപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഇതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ചിത്രം കണ്ടില്ലേ? സ്വർണ്ണ നിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ? ചിത്രത്തിൽ കാണുന്നത് അതിനകത്ത് ഒരു പാറയാണ്. ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് ആരോഹണം ചെയ്തത്. ഈ പാറയുടെ ഉള്ളിൽ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. മസ്ജിദുൽ ഹറമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത്. ഈ യാത്രയാണ് ഇസ്രായി എന്ന് പറയുന്നത്. രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയ്ക്കാണ് ഇസ്രായി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മീറാജ് എന്നും പറയും. അവിടെ നിന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് പോയത്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന വാഹനത്തിലായിരുന്നു, അത്ഭുത വാഹനത്തിലായിരുന്നു ആ യാത്ര. ആ രാത്രി തന്നെ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ യാത്ര പോകുന്ന ദിവസം നബിതങ്ങളെ സ്വീകരിക്കാൻ മസ്ജിദുൽ അക്സയിൽ മുൻകാല പ്രവാചകന്മാരെല്ലാം സന്നിധരായിരുന്നു. അവർക്കെല്ലാം ഇമാമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം പോയി അള്ളാഹുമായി മുനാജ നടത്തി. ഈ രാത്രിയാണ് അള്ളാഹു നമുക്ക് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. കുറേ വഖത്ത് നിസ്കാരം പറഞ്ഞിട്ട് അത് നബി കുറച്ചിട്ട് കൊണ്ടുവന്നു. അതേ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ ഒരു സംഭവം നടക്കുന്നത് നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27-ാം രാവിലെ ആയിരുന്നു. ഈ ഒരു ഇസ്രാ മിഅ്റാജ് യാത്ര നടക്കുന്നത്. ഈ ഒരു പാഠത്തിൽ ഇസ്രാ മിഅ്റാജ് യാത്രയെ പറ്റിയാണ് പഠിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരം പറയാം. ഇസ്രാ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത്. മിഅ്റാജ് എന്നാൽ മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശലോകത്ത് കയറിയതിനെ മിഅ്റാജ് എന്നും പറയുന്നു. കുബ്ബയുടെ ഉള്ളിൽ എന്താണ്? കുബ്ബയുടെ ഉള്ളിൽ ഒരു പാറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മസ്ജിദുൽ അക്സയിലേക്ക് എത്തിയത് എവിടെ നിന്നാണ്? മസ്ജിദുൽ ഹറമിൽ നിന്ന്. മസ്ജിദുൽ അക്സയിൽ ആരാണ് നബിയെ സ്വീകരിച്ചത്? മുൻകാല പ്രവാചകന്മാർ. വിവരിക്കാം. മസ്ജിദുൽ അക്സയിൽ എത്തിയ നബി എന്തു ചെയ്തു? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി ഉപയോഗിച്ച വാഹനം പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു നബി ഇസ്രാ മിഅ്റാജ് നടത്തിയത്. പിന്നെ ഓർമ്മ പരിശോധിക്കാനാണ്. നിർബന്ധമായ നിസ്കാരങ്ങൾ എത്ര? അവ ഏതെല്ലാമാകുന്നു? 5 എണ്ണമാണ്. ഓരോ നിസ്കാരത്തിൻ്റെയും സമയം പറയുക. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഇതാണ് ഈ ഒരു പാഠത്തിലുള്ള ചോദ്യോത്തരങ്ങൾ. അങ്ങനെ നമ്മുടെ 9ാമത്തെ പാഠമാണ്. ഈ ഒരു അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് 9 പാഠങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾ മദീനയിലേക്ക് എന്നുള്ളതാണ് 9ാമത്തെ പാഠം. ഇതിൽ വെച്ചിട്ടാണ് 2ാം ഹഖബയൊക്കെ നടക്കുന്നത്. 1ാം ഹഖബ ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 1ാം ഹഖബ പഠിച്ചു അല്ലേ? ഇനി നുബുവത്തിൻ്റെ 13ാം വർഷം മദീനക്കാർ നബിയെ കാണാൻ വേണ്ടി വന്നു.
അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. മദീനയിലെ ഏറ്റവും പ്രധാന കുടുംബങ്ങളായിരുന്ന ഔസ്, ഹസ്റജ് എന്നീ കുടുംബങ്ങളിൽ നിന്നായി 73 പുരുഷന്മാരും 2 സ്ത്രീകളുമായി ആണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മദീനയിലേക്ക് നബിയെ കാണാൻ വേണ്ടി വന്നതാണ്, മദീനയിൽ നിന്ന് നബിയെ കാണാൻ വേണ്ടി വന്നതാണ്. അവരും മിനയിൽ വെച്ച് തന്നെ നബിയുമായി സംസാരിക്കുകയും ഉടമ്പടികൾ ചെയ്യുകയും ചെയ്തു. അഖബ ഉടമ്പടികളൊക്കെ നടന്നിട്ടുള്ളത് മിനയിൽ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് അവർ ഉറപ്പു നൽകുകയും മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇതിന് 2ാം അഖബ എന്ന് പറയുന്നു. ഇത് അറിഞ്ഞ ഖുറൈശികൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമം ശക്തിയാക്കി. അങ്ങനെ അക്രമം ശക്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീണ്ടും അനുയായികളോട് മദീനയിലേക്ക് പോകാൻ വേണ്ടി പറയാൻ ഉണ്ടായത്. അപ്പോൾ ആദ്യമായി പുറപ്പെട്ടത് അബൂ സലമൽ മഹ്സുമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ സലമയെ തടയുവാൻ ഖുറൈശികൾ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞിരുന്നില്ല. ഇവരൊക്കെ പുറപ്പെട്ടിരുന്നത് രാത്രിയായിരുന്നു യാത്രകൾ നടത്തിയത്. തുടർന്ന് ഓരോരുത്തരായി മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. രാത്രിയിൽ ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെയൊക്കെ യാത്ര. എന്നാൽ ഒരാൾ മാത്രം പരസ്യമായിട്ട് പോയി. അത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ എല്ലാവരും പോയിട്ടും പിന്നെ കുറച്ച് പേരവിടെ അവിടെ തന്നെ എന്ത് ചെയ്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുക്കും അലി റളിയല്ലാഹു അൻഹുക്കും സെയ്ദ് ബിൻ ഹാരിസയ്ക്കും തുടങ്ങിയവരും പിന്നെ മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്തവരും ഒഴിച്ച് ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇവർ മാത്രം ഈ ഒരു മക്കയിൽ തന്നെ നിന്ന് പോയിട്ടുണ്ട്. ഇതിൻ്റെ ചോദ്യോത്തരം നമുക്ക് നോക്കാം. ഉത്തരം പറയാം. 1ാം ഹഖബ ഏത് വർഷത്തിലായിരുന്നു? നുബുവത്തിൻ്റെ 12ാം വർഷം. 2ാം ഹഖബ നുബുവത്തിൻ്റെ 13ാം വർഷം. 2ാം ഹഖബയിൽ പങ്കെടുത്ത പുരുഷന്മാർ എത്ര? 83 പുരുഷന്മാർ. 2ാം ഹഖബയിൽ പങ്കെടുത്ത സ്ത്രീകൾ 2 സ്ത്രീകൾ. പൂർത്തിയാക്കാം. മദീനയിലേക്ക് ആദ്യമായി പോയത് ആരാണ്? അബൂ സലമൽ മഹ്സുമി. മദീനയിലേക്ക് പരസ്യമായി പോയത് ഉമർ റളിയല്ലാഹു അൻഹു. ഔസ്, ഹസ്റജ് എന്നീ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു 2ാം ഹഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത്. ചേർത്ത് വായിക്കാനാണ്. 1ാം ഹഖബ 6 പേര്. ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ടത് അബൂ സലമൽ മഹ്സുമി. 2ാം ഹഖബ 75 പേര്. രഹസ്യമായിട്ട് രാത്രി യാത്ര. നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് നുബുവത്തിൻ്റെ 3ലും നുബുവത്ത് 3ാം വർഷവും 5ാം വർഷവും 10ാം വർഷവും 11ാം വർഷവും 12ാം വർഷവും 13ാം വർഷവും നടന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നുബുവത്തിൻ്റെ 3ാം വർഷമാണ് മറ്റേ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. വൻസിർ അഷീറത്തക്കൽ അക്രബീൻ എന്നുള്ള ആയത്ത് ഇറങ്ങിയത് നുബുവത്തിൻ്റെ 3ാം വർഷമാണ്. പിന്നെ നുബുവത്തിൻ്റെ 5ാം വർഷമാണ് മക്കക്കാരുടെ പലായനം. മക്കക്കാർ ആദ്യമായിട്ട് പലായനം ചെയ്തത് ആരൊക്കെ? 10 പുരുഷന്മാരും 4 സ്ത്രീകളുമായിട്ട് മക്കക്കാർ പലായനം ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നുബുവത്തിൻ്റെ 10ാം വർഷം 2 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഖദീജ ബീവിയുടെയും അബൂ താലിബിൻ്റെയും വഫാത്തും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അമ്മാവന്മാരെ കാണാൻ വേണ്ടിയിട്ട് ത്വായിഫ് യാത്ര നടന്നതും 10ാം വർഷമാണ്. 11ാം വർഷത്തിലാണ് മദീനയിൽ നിന്ന് വന്നവർ ഇസ്ലാം സ്വീകരിച്ചത്. മദീനയിൽ നിന്ന് വന്ന 6 പേര് ഇസ്ലാം സ്വീകരിച്ചു. ആ ഒരു 11ാം വർഷത്തിൽ തന്നെയാണ് ഇസ്രാ മിറാജ് യാത്രയും വന്നിട്ടുള്ളത്. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറമിൽ നിന്നുള്ള ഇസ്രാ മിറാജ് യാത്ര. ഇനി 12ാം വർഷമാണ് 1ാം ഹഖബ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ അനുഭവത്തിൻ്റെ 11ാം വർഷമായിരുന്നു അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൗത്യം പുറം നാട്ടിലേക്ക് എന്നുള്ള പാഠത്തിലുണ്ട്. പക്ഷേങ്കിൽ അത് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് നുബുവത്തിൻ്റെ 11ാം വർഷം. നുബുവത്തിൻ്റെ 11ാം വർഷം കഴിഞ്ഞ് അടുത്ത വർഷം തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ച് പോയിട്ട് അടുത്ത വർഷം വന്നിട്ടാണ് 1ാം ഹഖബ ഉള്ളത്. അപ്പോൾ നുബുവത്തിൻ്റെ 12ാം വർഷമാണ് 1ാം ഹഖബ. നുബുവത്തിൻ്റെ 13ാം വർഷമാണ് 2ാം ഹഖബ. ഈ ഒരു സംഭവങ്ങളും ഈ ഒരു വർഷവും നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. ഇതെന്തായാലും ചോദിക്കും. ഇത് ഈ പുസ്തകത്തിൽ നിന്ന് എല്ലാ പാഠങ്ങളിൽ നിന്നുള്ളതാണ്.